പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള വിശുദ്ധ റമളാൻ, ഈ റമളാൻ നമുക്ക് മുഴുവനും അനുകൂലമായി കിട്ടാനും മാത്രമല്ല നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു നല്ല രൂപത്തിൽ സ്വീകരിക്കാനും നമ്മൾ റമളാനിൽ ചെയ്യും ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും നമ്മൾ നിസ്സാരമാക്കി കാണുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. റമളാനിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ 70 ഉഹദ് മലയോളം വലിപ്പത്തിൽ പ്രതിഫലം നമുക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന, എന്തായാലും റമളാനിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട, ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട 11 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കൂട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറാൻ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത പുണ്യമായ ഒരു ദുആ, ആ ദുആ ഏതാണെന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അവസാനം വരെ കാണാൻ മറക്കരുതേ. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വാപ്പമാരെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഈ റമളാൻ അനുകൂലമാക്കി തരട്ടെ. റമളാനിന്റെ കാരുണ്യത്തിന്റെ പത്തിലാണുള്ളത്. പടച്ചവന്റെ റഹ്മത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ വേണം, നമ്മുടെ മരണത്തിന്റെ സമയത്ത് വേണം, നമ്മുടെ ഖബറിൽ വേണം, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, നമ്മുടെ കച്ചവടം, അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ആരോഗ്യം, എല്ലാത്തിനും അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്ത് കിട്ടാനാണ് നമ്മൾ ഈ റഹ്മത്തിന്റെ പത്തിൽ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ അധികരിപ്പിക്കുന്നത്. അതാരും മറന്നു പോകരുത്. നമുക്ക് ആ ദുആയും പിന്നെ നമ്മുടെ റമളാനിൽ ചൊല്ലുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു 3 വട്ടം പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് കടന്നാലോ? അല്ലാഹു സ്വീകരിക്കട്ടെ. പറഞ്ഞോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഉമ്മമാർ എല്ലാ നിസ്കാരത്തിന് ശേഷം ഇത് പറയണോട്ടാ. ഈ പള്ളിയിൽ വരുന്ന പുരുഷന്മാര് അവിടെ എന്തായാലും അവര് നിസ്കാരത്തിന് ശേഷം ദുആ കഴിഞ്ഞ് അവിടുത്തെ ഉസ്താദ് പറയുമ്പോൾ കൂട്ടത്തിൽ പറയും, ഉമ്മമാരത് വിട്ടുപോകരുതേ, നിങ്ങളുടെ എല്ലാ നിസ്കാരങ്ങളും ഓടരുത്, അവിടെ തന്നെ ഇരുന്ന് നിങ്ങളുടെ ഈ ദുആകൾക്ക് ശേഷം ഇത് പറയണോട്ടാ. പറഞ്ഞോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. പിന്നെ നമ്മൾ പറയുന്ന സ്പെഷ്യൽ ദുആ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പലരൊക്കെ സംശയം ചോദിച്ചു, ഉസ്താദേ അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ എന്നാണോ പറയേണ്ടത്, അല്ലാഹുമ്മർഹംനി എന്നാണോ? നമ്മൾ എഴുതുമ്പോൾ അല്ലാഹുമ്മ ഇർഹംനി എന്ന് എഴുതും. അത് എഴുത്തിന്റെ ശൈലി എങ്ങനെയാണ്, പക്ഷെ പറയുമ്പോൾ കൂട്ടി പറയലാണ് വേണ്ടത്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. കരുണയുള്ള റബ്ബേ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ എന്നാണ് ആ ദുആഇന്റെ അർത്ഥം. പറഞ്ഞു ഒരു 3 വട്ടം, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമളാനിലാണ്. റമളാനിന്റെ ആദ്യത്തെ 10 കഴിയാൻ ഏതാനും 3-4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. ഇനി റമളാനിന്റെ ഇത്രയും ദിവസങ്ങൾ പോട്ടെ, അല്ലാഹു തആല ഇത്രയും ദിവസം നമ്മൾ ചെയ്ത അമലുകൾ സ്വീകരിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് റമളാൻ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റണം. റമളാനിൽ ചെറിയ അമലിന് പോലും വലിയ പ്രതിഫലമാണല്ലോ. അപ്പൊ ഏതൊക്കെ ചെറിയ അമലുകളാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്? നമ്മുടെ നോട്ടത്തിൽ ചിലപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അത് ചെയ്താലാണ് ഈ റമളാൻ നമുക്ക് കൂടുതൽ പ്രതിഫലം കൊണ്ട് നിറയ്ക്കാൻ പറ്റുക. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏകദേശം 11ഓളം കാര്യങ്ങൾ മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അതിൽപ്പെട്ട ചില കാര്യങ്ങളൊന്ന് പഠിക്കാം. ഒന്നാമത്തേത്, മഹാന്മാർ പറയുന്നു, റമളാനിൽ നസ്വീഹത്തിന്റെ മജ്ലിസിൽ പോയി ഇരിക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരുണ്ടാവും അല്ലെ, സഹോദരന്മാർ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നവരാണ്. നമ്മുടെ ബഹുഭൂരിപക്ഷം പള്ളി എന്ന് പറയാം, അല്ലെങ്കിൽ ചില പള്ളികളിൽ ഈ നമസ്കാരം, ഇപ്പൊ ളുഹർ, അസർ, ചിലപ്പോൾ തറാബീഹ്, ഈ നമസ്കാരങ്ങൾക്കൊക്കെ ശേഷം ഈ പള്ളിയിൽ ഈ മുത്തഅല്ലിമീങ്ങൾ വരും അല്ലെ, ചെറിയ മുസ്ലിയാർ കുട്ടിമാർ, ചെറിയ മുത്തഅല്ലിമീങ്ങൾ വന്നിട്ട് ഈ ഉറുദി പറയും.
പ്രസംഗം പറയും. ഇപ്പോൾ പല പള്ളികളിലും ഇപ്പോൾ അതില്ല, ചില പള്ളികളിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ പലരും എഴുന്നേറ്റ് പോകും. എന്ത് പയ്യൻ്റെ എന്ത് കേൾക്കാൻ, എന്ത് പ്രസംഗം കേൾക്കാൻ, ഇതാ പറഞ്ഞ പഴയ കാര്യങ്ങൾ തന്നെയൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ എഴുന്നേറ്റ് പോവരുത്. നമുക്ക് ചിലപ്പോൾ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ആ ചെറിയ കുട്ടി പറയുക, എങ്കിലും നമ്മൾ അത് കേട്ടിട്ട് ഭയങ്കരമായി അമൽ ചെയ്യാനല്ല, പക്ഷേ അവിടെ ഇരിക്കുന്ന സമയത്തോളം നമുക്ക് എന്ത് കിട്ടും? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലം കിട്ടുമെന്നാണ്. ആ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പ്രതിഫലം കിട്ടും. മാത്രമല്ല, നമ്മൾ പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരു 10 രൂപ 20 രൂപ കൊടുക്കും, ഒരു 50 രൂപ 100 രൂപ അങ്ങനെ കൊടുത്താൽ അതുകൊണ്ട് ആ കുട്ടി എന്തെങ്കിലും ഒരു കിതാബോ എന്തെങ്കിലും ഒരു പേനയോ പുസ്തകമോ വാങ്ങിച്ചാൽ അത് മതി നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ. അതുകൊണ്ട് വാപ്പമാരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പള്ളിയിൽ ചെല്ലുമ്പോൾ അത് വേണ്ട, മുത്താളികൾ പോട്ടെ, ഉസ്താദിൻ്റെ പ്രസംഗം ഉണ്ടാകുമല്ലോ. ളുഹർ കഴിഞ്ഞിട്ട് ഉസ്താദിന് ചെറിയൊരു ക്ലാസ് ഉണ്ടാകും, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ ഉണ്ടാകും. അതുപോലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മഹല്ലത്ത് പള്ളികളിൽ എല്ലാ ഞായറാഴ്ചയും ളുഹറിന് ശേഷമോ അല്ലെങ്കിൽ 10 മണിക്കൊക്കെ ക്ലാസ് വെക്കും. അപ്പോൾ എല്ലാ ഉമ്മമാരും പറ്റുമെങ്കിൽ ആ ക്ലാസ്സിലൊക്കെ പോയി പങ്കെടുക്കണം. ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങളുടെ മഹല്ലത്ത് പള്ളിയിലെ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ, എന്നേക്കാൾ കൂടുതൽ കിതാബുകളൊക്കെ ഓതിയ ആളുകളായിരിക്കും അവർ. അപ്പോൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ പറ്റുന്നത് പോലെ ഈ റമദാനിൽ നസ്വീഹത്തിൻ്റെ മജ്ലിസുകൾ, നമുക്ക് നേരിട്ട് പോയി പങ്കെടുക്കാൻ പറ്റുന്ന മജ്ലിസുകൾ ഉണ്ടെങ്കിൽ, ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുക. അത് നമ്മൾ വെറുതെ നിസ്സാരമാക്കി കളയരുത്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഈ യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകൾ ഉണ്ടാകും. ചെറിയ സ്റ്റാറ്റസ് ആണെങ്കിൽ പോലും നമ്മൾ അതിൽ നിന്ന് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത്, റമദാനിൽ പരമാവധി നല്ല കാര്യങ്ങൾ പറയുന്ന മജ്ലിസുകൾ, നല്ല കാര്യങ്ങൾ പറയുന്ന ഈ ക്ലാസുകൾ, അതൊക്കെ കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആണുങ്ങളും ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, റമദാനിൽ നമ്മൾ ചെയ്യും, ആര് മരിച്ചാൽ നമ്മുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിയോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാൽ മാത്രം നമ്മൾ ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കും, അല്ലേ? ഇപ്പോൾ വാപ്പ മരിച്ച ഏതായാലും വാപ്പാനെ കുളിപ്പിക്കാതിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ വാപ്പാടെ നിസ്കാരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റൂല, വാപ്പാനെ കൊണ്ടുപോയി കബറടക്കണം. അപ്പോൾ വാപ്പാടെ മയ്യത്ത് സംസ്കരണത്തിലൊക്കെ പങ്കെടുക്കും പുരുഷന്മാർ. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ മഹല്ലിൽ ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അയൽവാസിയിലോ ആരെങ്കിലും മരണപ്പെട്ടു, അവിടെ നമുക്ക് പോവാൻ പലപ്പോഴും റമദാനിൽ ഒരു മടിയാണ്. കാരണം എന്താ? നല്ല വെയിലാണ്, അത് തളർന്നിരിക്കും. ഇനിയിപ്പോൾ മറിച്ച വീട്ടിൽ പോലും, ഇപ്പം നമ്മുടെ ആരും അല്ലല്ലോ, അങ്ങനെയൊക്കെ ചില ആൾക്കാർ, നമ്മുടെ ആരും അല്ലല്ലോ, നമ്മുടെ ബന്ധമൊന്നും അല്ലല്ലോ, അങ്ങനെ ചിന്തിക്കും. ഒരിക്കലും അങ്ങനെയല്ല. ഒരു മുഅ്മിനായ മനുഷ്യനാണ് മരണപ്പെട്ടതെങ്കിൽ, ഒരാണാവട്ടെ പെണ്ണാവട്ടെ, ആ വീട്ടിൽ പോവുക. ആ വീട്ടിൽ പോകുന്നതിനൊരു മഹത്വമുണ്ട്. അല്ലാതെ പോയി മയ്യത്തിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അതിന് മഹത്വമില്ല. മയ്യത്തിൻ്റെ മുഖം കാണൽ സുന്നത്താണോ? അല്ല. ചില ആൾക്കാരോട് മയ്യത്തിൻ്റെ എന്നെ കാണിച്ചില്ല, എന്നെ മയ്യത്തിനെ കാണിച്ചില്ല, ഞാൻ അവനുമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മയ്യത്തിൻ്റെ മുഖം, ഒരാൾ മരിച്ചാൽ പിന്നെ ആ മയ്യത്തിങ്ങനെ അങ്ങനെ ചെയ്യും. പല നാട്ടിലും പല രീതി ഉണ്ടാകും. ഞാൻ അതിനെ പരിഹസിക്കൊന്നുമല്ല, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുകയാണ്. മയ്യത്തിൻ്റെ മുഖം ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള കാര്യമല്ല. മയ്യത്തിൻ്റെ മുഖത്തേക്ക് കുറേ നേരം നോക്കിയിരിക്കുന്ന എന്താണ്? കറാഹത്താണ്, മറവി രോഗമുണ്ടാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുറേ നേരം നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഒരു സഹോദരൻ പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. അതായത് ഒരാളെ മരിച്ചു, അയാളെ കുളിപ്പിച്ച് വീട്ടിൽ വെച്ച് തന്നെ കഫം പുടയൊക്കെ ധരിപ്പിച്ചു, ഇവിടെ കെട്ടി, അത് സന്തോക്ക് എന്ന് പറയുമല്ലോ, സന്തോക്കിലെടുത്ത് വെച്ചു. എന്നിട്ട് 4 ആളുകൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ഇയാളുടെ ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ, അയാൾ ഭയങ്കര ഇച്ചിരി കാശുകാരനാണ്, വന്നിട്ട് പറഞ്ഞു, കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കൊന്ന് കാണണം. അല്ല, പള്ളിയിലേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ട്, എനിക്ക് എന്തായാലും കാണട്ടെ. എന്നിട്ട് ആ മയ്യത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആ മയ്യത്തിനെ അഴിപ്പിച്ച് ആ മുഖം കണ്ടു. അയാൾക്ക് എന്ത് നേട്ടം കിട്ടി? മറ്റുള്ളവരെ ഉപദ്രവിച്ചു, മറ്റുള്ളവരുടെ സമയം കളഞ്ഞു, മറ്റുള്ളവരുടെ ആ ഒരു ടൈം കൂടി വേസ്റ്റാക്കി എന്നുള്ള ആ ഒരു കുറ്റമല്ലാതെ ഇയാൾക്ക് എന്ത് നേട്ടമാണ് കിട്ടിയത്? ഇനി സ്വന്തക്കാരാവട്ടെ, ഇത് മറ്റുള്ളവരാണെങ്കിൽ പോട്ടെ, സ്വന്തക്കാരാണെങ്കിലും പറയട്ടെ, മയ്യത്തിൻ്റെ മുഖം കാണുക എന്ന് പറഞ്ഞാൽ അത് പുണ്യമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ സ്വാഭാവികമാണല്ലോ, മാമ മരിച്ചു, മാമയുടെ മുഖം ഒന്ന് ജസ്റ്റ് കണ്ടുപോകും. അത് കാണുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്, അതിൽ സുന്നത്തില്ലെന്ന വലിയ കാര്യമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ചില പെണ്ണുങ്ങൾ മരിച്ചാൽ ആണുങ്ങൾ ഇടിച്ചു കയറും. എന്തിനാ? മയ്യത്തിനെ കാണാൻ വേണ്ടി. ഒരു പുണ്യവുമില്ല. ചില ആണുങ്ങൾ മരിച്ച പെണ്ണുങ്ങൾ ഇടിച്ചു കയറുക, എന്താ? പോയി കാണാൻ വേണ്ടി. അങ്ങനെ മയ്യത്തിൻ്റെ മുഖം കാണൽ പ്രത്യേകം സുന്നത്ത് ഇല്ല. അത് സ്വാഭാവികമായി നമ്മുടെ ഈ ചർച്ചയിൽ വന്നു, ഞാനൊന്ന് പറഞ്ഞു മാത്രം. പറഞ്ഞു വന്നത്, ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക.
റമദാനിൽ പ്രത്യേകിച്ച്. സാധാരണ ഒരാൾ ജനാസ സംസ്കരണം എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് ഉള്ള വീട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക, അവിടെ ചിലപ്പോൾ ദുആയൊക്കെ ഉണ്ടാകും, അതിൽ പങ്കെടുക്കുക, മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റിയാൽ കുളിപ്പിക്കുക, മയ്യത്തിനെ പൊതിയാൻ പറ്റിയ ആ ഒരു കാര്യത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയാൽ അത് ചെയ്യുക. മയ്യത്തുമായിട്ട് മയ്യത്തിൻ്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ വാഹനത്തിലായിരിക്കാം, നടന്നായിരിക്കാം, പള്ളിയിലേക്ക് കൊണ്ടുവരിക, പള്ളിയിൽ നമസ്കരിക്കുക. അതിനുശേഷം മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നു, ആ പലകയിടുന്നു, മണ്ണിടുന്നു, അവിടെ വെച്ച് ദ്വാരക്കുന്നു. ഇതാണ് മൊത്തത്തിൽ ജനാസ സംസ്കരണം എന്ന് പറഞ്ഞാൽ. ഇതിൽ എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റിയാൽ നല്ല പ്രതിഫലമാണ്. ഇനി കുറഞ്ഞത് മയ്യത്ത് നിസ്കാരം, അതിനുശേഷമുള്ള ആ ജനാസ സംസ്കരണം ഉണ്ടല്ലോ, മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നു, പലക വെക്കുന്നു, മണ്ണിടുന്നു, അതുപോലെ തന്നെ അത് ഖബറിന്റെ ഷേപ്പൊക്കെ ആക്കിയിട്ട് അവിടെ വെച്ച് തൽക്കീൻ ഓതുന്നു, അവിടെ വെച്ച് പറ്റുമ്പോൾ യാസിൻ അല്ലെങ്കിൽ ഫാത്തിഹ ഓതി ദ്വാരക്കുന്നു. ഈ കാര്യങ്ങളിൽ ഒരു മനുഷ്യൻ സംബന്ധിച്ചു കഴിഞ്ഞാൽ, അതായത് ജനാസ സംസ്കരണത്തിൽ ഒരാൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഉഹദ് പർവ്വതത്തോളം വലിപ്പമുള്ള വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുക. ഇത് സാധാരണ മാസത്തിൽ ആണെങ്കിൽ റമദാനിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? 70, 1 2 3 70 ഉഹദ് മലയോളം വലിപ്പമുള്ള വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു തആല നൽകുമെന്നാണ്. ഹജ്ജിനും ഉംറക്കും പോയ ആളുകൾക്കറിയാം, ഉഹദ് മല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഭയങ്കര അത്യാവശ്യം പൊക്കമുണ്ട്, ഒരുപാട് നീളമുണ്ട്. അതാണ് ആ ഉഹദ് പർവ്വതം. അത് ഇന്നാണ്. പക്ഷെ നബിതങ്ങളുടെ കാലത്ത് നബി ഹദീസ് പറയുമ്പോൾ ഉഹദ് മലയുടെ പൊക്കം എന്ന് പറഞ്ഞാൽ ഒരുപാടായിരുന്നു. അത് പിന്നെ സൗകര്യാർത്ഥം ഇടിച്ചു നിരത്തി കയറുന്ന ആളുകൾ പലരും വീഴുന്നു, അപകടമുണ്ടാകുന്നു. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഇന്നത്തെ ഗവൺമെന്റ് അത് ഇടിച്ചു നിരത്തി ഒരു രൂപമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉഹദ് പർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മല അതല്ല, ഭയങ്കര പ്രതിഫലം കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ റമദാനിൽ നമ്മുടെ ബന്ധുക്കളാവട്ടെ, നമ്മുടെ അയൽവാസികളാവട്ടെ, കൂട്ടുകാരാവട്ടെ, മഹല്ലയിൽ ആരെങ്കിലും മരിച്ചാൽ പോകാൻ പറ്റിയാൽ പോവുക, അവിടെ പോയിട്ടൊന്ന് ദുആരക്കുക, ആ ദുആയിൽ പങ്കെടുക്കുക. ഉമ്മമാരാണെങ്കിൽ അങ്ങനെ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് ആ ജനാസ കാണണമെന്നല്ല, പെണ്ണുങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് കാണാം, കുഴപ്പമില്ല. പക്ഷേ ഈ ആണുങ്ങളുടെ ജനാസ പോയി കാണാൻ നിൽക്കണ്ട. ആ കാര്യം പറയുകയാണ്. റമദാനിൽ ചെയ്താൽ വലിയ പ്രതിഫലമാണ്. ഇനി 3, റമദാനിൽ സ്വതക്ക കൊടുക്കുക. ഞങ്ങൾ കൊടുക്കാറുണ്ട് ഉസ്താദേ, വീട്ടിലൊക്കെ എത്രയോ പാവപ്പെട്ട ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. സ്വതക്ക കൊടുക്കൽ മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഒരാൾക്കൊരു 500 രൂപ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണമെന്നാണ്, സ്വതക്ക എത്തിച്ചു കൊടുക്കണമെന്നാണ്. അല്ലാതെ അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അവനല്ലേ ആവശ്യക്കാരൻ, ഇങ്ങോട്ട് വരട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ റമദാൻ കിറ്റ്, നമ്മുടെ റംസാൻ കിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് പൊടി, പഞ്ചസാര, ഈത്തപ്പഴം, അതുപോലെ തേയില, വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുക, എടാ ഒരു കിറ്റ് ഉണ്ട് വേണമെങ്കിൽ എടുത്തോണ്ട് പോകും. ചിലക്കാർ അങ്ങനെ പറയും. ഒരിക്കലും അങ്ങനെ പറയരുത്. നമ്മുടെ പൈസ കൊണ്ട് വാങ്ങിച്ച ആ കിറ്റ് അത് വേണമെങ്കിൽ വന്ന് എടുക്കാനല്ല, അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത, എന്നാലേ അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുമെന്നാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. സ്വതക്ക എത്തിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ദൂരെയാണ്, കാസർഗോഡാണ്, തിരുവനന്തപുരത്താണ് ആളുള്ളത്, കാസർഗോഡാണ് കൊടുക്കേണ്ട ആളുള്ളതെങ്കിൽ നമുക്കത് അങ്ങോട്ട് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ പറ്റൂല. നമുക്ക് ചിലപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോകുന്നുണ്ട്, ബസ്സിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ട്, അയാളുടെ കയ്യിൽ കൊടുത്തുവിടാം. അതല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കലാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ റമദാനിൽ ഒരുപാട് പ്രതിഫലം കിട്ടും. പറയാനാണെങ്കിൽ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ 3. ഇനി 4-മത്തേത് വിശുദ്ധ ഖുർആൻ പാരായണം. വിശുദ്ധമായ ഖുർആൻ പാരായണം ഞങ്ങൾ ഓതുന്നുണ്ട്, പക്ഷെ അത് ഓത്താവണം, നല്ല രൂപത്തിൽ മനസ്സറിഞ്ഞോതണം. ചിലക്കാർ ആളുകളെ കാണിക്കാൻ അങ്ങനെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓതരുത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയോ കേൾപ്പിക്കാൻ വേണ്ടിയോ അവന് എപ്പോഴും ഖുർആൻ ഓത്താൻ, അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടാവരുത്. നല്ല ആത്മാർത്ഥതയോടുകൂടി ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം വിശുദ്ധമായ ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്നവരെ സ്വർഗം കാത്തിരിക്കുമെന്നാണ്. ഖുർആൻ ഓതുന്നവരെ സ്വർഗം ഇങ്ങനെ എന്താവും വരാത്ത സ്വർഗം കാത്തിരിക്കുമെന്നാണ്. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന കാര്യം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ ശ്രദ്ധിക്കണം. നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചിരിക്കുന്നത് ഈ നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് ബിരിയാണി കൊടുക്കലാണ്. അതല്ല കേട്ടോ. ബിരിയാണി കൊടുക്കുക അല്ലെങ്കിൽ പത്തിരിയിറച്ചി കൊടുക്കുക അതൊക്കെ പുണ്യമുള്ളതാണ്. പക്ഷേ ഒരാളെ നോമ്പ് തുറപ്പിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ, ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ എന്ത്, ഇപ്പം നിങ്ങളിൽ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, ഞാൻ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലം നബിതങ്ങളുടെ ഹദീസിൽ കാണാം, നിങ്ങൾ പിടിച്ച നോമ്പിന്റെ പ്രതിഫലം അതുപോലെ എനിക്ക് കിട്ടും. നിങ്ങളുടെ കുറയൂല, എനിക്കത് കിട്ടും.
അപ്പോൾ എനിക്ക് 2 നോമ്പിൻ്റെ കൂലി കിട്ടും. എൻ്റെ നോമ്പിൻ്റെ കൂലിയും കിട്ടും, നിങ്ങളുടെ നോമ്പിൻ്റെ കൂലിയും കിട്ടും. പക്ഷെ ആ കൂലി കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കൊടുക്കുന്ന ഈത്തപ്പഴമോ ഞാൻ കൊടുക്കുന്ന കാരക്കയോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വെള്ളമോ കൊണ്ടായിരിക്കണം നിങ്ങൾ നോമ്പ് കൊടുക്കേണ്ടത്. അല്ലാതെ അവിടെയുള്ള ഒരു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നു എന്നിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, അങ്ങനെയല്ല. ഭക്ഷണം കൊടുക്കുന്നതിന് വേറെ പ്രതിഫലമാണ്. നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ മുടക്കി നമ്മൾ കൊടുക്കുന്ന ഈത്തപ്പഴം, നമ്മൾ കൊടുക്കുന്ന കാരക്ക, അതുകൊണ്ടാവണം നോമ്പ് തുറക്കേണ്ടത്. ചില ആൾക്കാരുണ്ട്, കുറേ ഈത്തപ്പഴം എടുത്തു വെക്കും, എന്നിട്ടോ അത് നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കും. ഇവർ കൊടുക്കുന്ന പൈസ, നോമ്പ് തുറക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ, അത് ഈ നോമ്പ് തുറയിലേക്ക് എടുക്കുകയുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാൾ നോമ്പ് തുറക്കാൻ വേണ്ടി പൈസ തന്നാൽ ആ പൈസ കൊണ്ട് വാങ്ങിക്കുന്ന ഭക്ഷണമായിരിക്കണം ആദ്യം കഴിക്കേണ്ടത്. കാരക്ക, ഈത്തപ്പഴമായിരിക്കണം കഴിക്കേണ്ടത്. അങ്ങനെയാണ് ആ നോമ്പ് തുറയുടെ പ്രതിഫലം കിട്ടുക. പിന്നെ മറ്റൊരു കാര്യം, ചെറിയവരോട് കരുണ കാണിക്കുക. റമദാനിൽ പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ മക്കളുണ്ടാകും, പേരക്കുട്ടികളുണ്ടാകും, അവരോടൊക്കെ കരുണയോടുകൂടി പെരുമാറുക. മുതിർന്നവരെ ആദരിക്കുക. അല്ലെ, മുതിർന്നവരെ, നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്നു, നമുക്ക് കാല് പാടില്ല, നമ്മളൊരു കസേരയിലായി ഇരിക്കുന്നത്. അപ്പോൾ ഒരു വയസ്സായ വാപ്പ വന്നു, അപ്പോൾ ആ വാപ്പാക്ക് ആ കസേര ഇട്ട് കൊടുക്കണം. നമ്മൾ വേറെ കസേര എടുക്കണം, അല്ലാതെ മൂപ്പരോട് വേറൊരു കസേര എടുത്തോണ്ട് വാ എന്നല്ല പറയേണ്ടത്. അപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക, ധാരാളമായി സ്വലാത്തുകൾ പറയുക, ഇസ്തിഗ്ഫാർ ധാരാളമായി അധികരിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 3 ദിക്റും വ്യത്യസ്തമാണ്. ഈ 3 ദിക്റുകളും ധാരാളമായി പറയുക. അത് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പൂർണ്ണമായിട്ടും പറയാം. ഇത് റമദാനിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ അവന്റെ റമദാൻ അവനിക്ക് അനുകൂലമാകുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കണേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന കച്ചവടക്കാരുണ്ടാകും, ബിസിനസ്സുകാരുണ്ടാകും, മുതലാളിമാരുണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെങ്കിൽ, ഉമ്മമാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ വേലക്ക് വേണ്ടി ചില സ്ത്രീകൾ, ചില സഹോദരിമാർ വരും, വേലക്കാരികളെന്ന് പറയും. അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് വരുന്ന മറ്റു സമുദായത്തിൽപ്പെട്ടവരാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരാവട്ടെ, ആരാണെങ്കിലും അവർക്ക് റമദാനിൽ ജോലി എളുപ്പമാക്കി കൊടുക്കുക. അല്ലാതെ എല്ലാ പത്തിരി പരത്താനും, പത്തിരി ഉണ്ടാക്കാനും, കറി ഉണ്ടാക്കാനും, ചായ ഉണ്ടാക്കാനും, വെള്ളം തിളപ്പിക്കാനും എല്ലാം അവരെ ഏൽപ്പിക്കരുത്. നമ്മളും ചെയ്യുക, എന്നിട്ട് അവരെ ഏൽപ്പിക്കുക. മാത്രമല്ല, ഈ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഈ കച്ചവടത്തിൻ്റെ ടൈം ഒന്ന് കുറച്ച് കൊടുക്കുക. ചിലർക്കൊരു നോമ്പ് തുറക്കാൻ ഒരു അല്പസമയം കൊടുക്കുള്ളൂ. തറാവീഹ് നിസ്കരിക്കാനുള്ള സമയം പോലും കൊടുക്കാത്ത മുതലാളിമാരുണ്ട്. അവർ വന്ന് ഭയങ്കര തറാവീഹ് നിസ്കാരം, പക്ഷേ അവരുടെ കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെയോ, അളവിലും തൂക്കത്തിലും വഞ്ചന കാണിക്കരുത്. കുറച്ച് കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, കുറയ്ക്കരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. മറ്റുള്ളവരോട് സലാം പറയുക. റമദാനിൽ മറ്റുള്ളവരോട് സലാം പറയുക. സലാം പറയും. ആരോട്? ഉസ്താദിനോട് സലാം പറയും. അസ്സലാമു അലൈക്കും, ഉസ്താദിനോട് സലാം പറയും. പക്ഷേ നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ വാപ്പയോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ സഹോദരിയോട്, സഹോദരങ്ങളോട് സലാം പറയാൻ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അതുണ്ടാവരുത്. റമദാനിൽ സലാം പറയണേ. ഇതെല്ലാം ചെയ്തു. ഇനി അവസാനമായി പറയാൻ പോകുന്ന കാര്യം ചെയ്തില്ലെങ്കിൽ എല്ലാം വെള്ളത്തിൽ ഒഴുക്കി വിട്ടതുപോലെയാണ്. എന്താണ് അവസാനം പറയുന്ന കാര്യം? റമദാൻ എന്നല്ല, റമദാൻ അല്ലാത്തപ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കോ. എന്ത്? സിലത്തുർ റഹ്ം വേണം, കുടുംബ ബന്ധം ചേർക്കണേ. ഉസ്താദിന് എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറയാനുള്ളൂ എന്ന് ചിന്തിക്കല്ലേ. കാരണം അത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇപ്പോഴും പിണക്കത്തിലാണ്, വഴക്കിലാണ്, കുശുമ്പിലാൻ, കുന്നായ്മയിലാൻ, പരദൂഷത്തിനാൻ, ഏഷണയാ, ഇതൊന്നും നമ്മൾ ചെയ്താൽ പ്രതിഫലം കിട്ടൂല. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ അമൽ ചെയ്താൽ പ്രതിഫലം കിട്ടണമെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. എന്ത്? ബന്ധങ്ങൾ ചേർക്കണം, പിണക്കങ്ങൾ മാറ്റണം. അല്ലാഹു തആല പിണക്കങ്ങളില്ലാത്ത നല്ല ഒരു റമദാനായി നമ്മളിൽ നിന്നും ഈ റമദാനിനെ പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റമദാനിൽ നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ രോഗങ്ങളുടെ കാര്യം പറഞ്ഞു, ദുആരക്കാൻ പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ മൂക്കിൽ ദശ വളർന്നിട്ട് ആ ദശ ഉള്ളിലൂടെ ചെവിയിലേക്ക് വന്ന്, ചെവിയിലും ദശ വളർന്നിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ കാൽമുട്ടിന് ഓപ്പറേഷൻ ഉള്ളവരുണ്ട്, ഡിസ്കിന് കംപ്ലൈൻ്റ് ആയവരുണ്ട്, ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, തലക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, നെർവിൻ്റെ ഈ ന്യൂറോ പ്രശ്നമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ, ക്യാൻസർ രോഗം, ഡയാലിസിസ് ചെയ്യുന്നവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. ഈ
മൊത്തത്തിൽ നമുക്ക് മറ്റു മാസങ്ങളെ പോലെയല്ല, റമദാനിൽ നമ്മൾ ഒന്ന് ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്താൽ വേഗത്തിൽ നമ്മുടെ ദുആ സ്വീകരിക്കും, നമ്മുടെ രോഗങ്ങൾ ശിഫയാകും. എന്താ ചെയ്യേണ്ടത്? മഹാന്മാര് പറയുന്നു, സൂറത്തുൽ അംബിയായിലെ 83-ാമത്തെ ആയത്ത് അത് 7 തവണ ഓതിയിട്ട് നമ്മുടെ 2 കൈകളിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ ശരീരത്ത് തടവണമെന്നാണ്. അത് ഓരോ രോഗികളും ചെയ്യണം. ഓരോ രോഗികളും, അല്ലാതെ പള്ളിയിൽ ഉസ്താദിനോട് ചെയ്യാൻ പറയല്ല. എനിക്ക് രോഗമാണെങ്കിൽ ഞാൻ ചെയ്യണം, നിങ്ങൾക്ക് രോഗമാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള രോഗം അതെന്തായാലും വരും. ആ രോഗം വരും. പക്ഷെ ആ രോഗം വരുമ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള മന്ത്രങ്ങൾ അള്ളാഹു തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയയിലെ 83-ാമത്തെ ആയത്ത് അത് 7 വട്ടം. ഇത് ആര് പറഞ്ഞെന്നറിയോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരുപാട് രോഗങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വന്നപ്പോൾ മഹാനവറുകൾ അത് മാറാൻ വേണ്ടി ചെയ്ത ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? ഏതാണ് ആ ആയത്ത്? വിശുദ്ധമായ ഖുർആനിലെ സുന്ദരമായ ശിഫാഇന്റെ ആയത്തുകളിൽ പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്ക് കടുത്ത കഷ്ടപ്പാടുകൾ ബാധിച്ചിരിക്കുന്നു, എനിക്ക് ഭയങ്കര പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നീ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. നിന്റെ കരുണ കൊണ്ട് എൻ്റെ ഈ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരണേ അല്ലാ എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. ഇത് 7 വട്ടം ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് ഒരു ദിവസം 3 പ്രാവശ്യമായിട്ട് ഇത് ചെയ്യുക. 7 വട്ടം ഓതിയിട്ട് കൈകളെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചിട്ട് നമ്മുടെ ശരീരത്ത്, തലയിൽ, മുഖത്ത്, എല്ലാ അവയവത്തിലും നമ്മൾ ഒന്ന് തടവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് നേട്ടമുള്ള ഒരു ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. മഹാനായ അയ്യൂബ് നബിയുടെ ദുആയിൽപ്പെട്ട ഒരു ദുആയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട, നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ ആ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് റമദാൻ നമുക്ക് അനുകൂലമായി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാ തൗഫീക്ക് റബ്ബ് തആല തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ വസിയത്തായി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, കമന്റിലൂടെയൊക്കെ എന്തോരം ദുആ വസിയത്താ, വായിച്ചാലും തീരാത്ത ഒരുപാട് ദുആ വസിയത്തുകൾ. ഓരോരുത്തർക്കും, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രതിസന്ധികളാണ്, പ്രയാസങ്ങളാണ്. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടക്കുന്നു, പലതുമൊക്കെ കഴിഞ്ഞു, പലതും നടന്നുകൊണ്ടിരിക്കുന്നു, പലർക്കും ഇനി പരീക്ഷകൾ വരാനുണ്ട്. അള്ളാഹുവെ പടച്ചവൻ എല്ലാവരുടെയും, മക്കളുടെ എല്ലാവരുടെയൊക്കെ പരീക്ഷകൾ 1ാം ക്ലാസ് മുതൽ CA എക്സാം വരെ എഴുതുന്ന, MBBS എക്സാം ഒക്കെ എഴുതുന്ന ഒരുപാട് അതിനുവേണ്ടി തയ്യാറാകുന്ന ആളുകളൊക്കെ ഉണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും എക്സാമുകളൊക്കെ, പരീക്ഷകളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ, ഉന്നതമായ വിജയം കൊടുക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഭാവി ജീവിതം അള്ളാഹു ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.